ഹായ്, ഞാൻ അജന്തയാണ്. ഞാൻ ഇന്നസൈറ്റ് കൗൺസിലിംഗ് നിന്നുമാണ് വരുന്നത്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യത്തെക്കുറിച്ചാണ്. കല്യാണം കഴിച്ചവരാണെങ്കിലും കല്യാണം കഴിക്കാൻ പോകുന്നവരാണെങ്കിലും പണത്തെക്കുറിച്ച് അറിഞ്ഞിരിക്കണം. ദമ്പതികൾ കുടുംബ വരുമാനത്തെക്കുറിച്ച് സംസാരിക്കുന്നത് തെറ്റായ കാര്യമാണെന്നാണ് വിശ്വാസം. ഇതിനെക്കുറിച്ച് സംസാരിച്ചാൽ പ്രശ്നങ്ങൾ ഉണ്ടാവുമെന്ന് കരുതുന്നു. പിന്നീട് എപ്പോഴെങ്കിലും സംസാരിക്കാമെന്നും കരുതുന്നു. ഇതൊരു പ്രധാനപ്പെട്ട കാര്യമല്ലെന്നും കരുതുന്നു. ദമ്പതിമാർ ഇതിനെക്കുറിച്ച് സംസാരിക്കേണ്ടത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഞാനിത് തീർച്ചയായും പറയും. എന്തെന്നാൽ ജീവിക്കാൻ അത്യാവശ്യം വേണ്ടത് പണമാണ്. അതിനുവേണ്ടിയാണ് നമ്മൾ എല്ലാവരും അധ്വാനിക്കുന്നത്. പണം പ്രധാനപ്പെട്ട ഘടകം തന്നെയാണ്. ഓരോരുത്തർക്കും ഓരോ വിധത്തിൽ ഇത് അത്യാവശ്യമായി വരുന്നു. ദമ്പതിമാർ ഇതിനെക്കുറിച്ച് സംസാരിച്ചാൽ തീർച്ചയായും ഒരു പ്രശ്നവും ഉണ്ടാവില്ല. അതിനുശേഷം മാത്രമേ എല്ലാവരും ഇതിനെക്കുറിച്ച് ആലോചിക്കാൻ പോലും തുടങ്ങുള്ളൂ. ഒരുപക്ഷെ ചിലരൊക്കെ ഇങ്ങനെയും ആലോചിക്കാം, ഇതത്ര അത്യാവശ്യമുള്ള കാര്യമല്ല, എന്റെ ഭാര്യയോട് ഇതിനെക്കുറിച്ച് സംസാരിക്കേണ്ട ആവശ്യമില്ലെന്നും കരുതുന്നു. പക്ഷെ നിങ്ങൾ തീർച്ചയായും ഇതിനെക്കുറിച്ച് സംസാരിക്കണം. ആദ്യം ഓരോരുത്തരും ഇതിനെക്കുറിച്ച് ആലോചിക്കണം. അവര് വിവാഹം കഴിഞ്ഞവരോ അല്ലെങ്കിൽ പ്രേമിക്കുന്നവരോ ആയിരിക്കാം. നമുക്ക് എത്രയാണ് വരുമാനം, അതൊക്കെ എങ്ങനെയാണ് ചിലവാകുന്നതെന്ന് അവർ ആലോചിച്ചേ മതിയാവൂ. നമുക്ക് വലിയൊരു കാർ വേണമായിരിക്കാം, വലിയ വീട് വേണമായിരിക്കാം, അബ്രോഡിലേക്ക് പോകണമെന്നും തോന്നാം. ഇങ്ങനെ ഒരുപാട് കാരണങ്ങളുണ്ടാവാം. അതിന് പണം അത്യാവശ്യമാണ്. ഓരോരുത്തർക്കും ഓരോ ആവശ്യങ്ങളുണ്ടാവും. ഇങ്ങനെയുള്ള എന്ത് ആവശ്യങ്ങളുണ്ടെങ്കിലും നിങ്ങളുടെ പാർട്ട്ണറോട് നിങ്ങൾ സംസാരിക്കണം. അത് നിങ്ങൾ രണ്ടുപേർക്കും നല്ലതാണ്. എങ്കിൽ മാത്രമേ നിങ്ങൾ രണ്ടുപേർക്കും ഇതിനൊരു വഴി കണ്ടുപിടിക്കുവാൻ സാധിക്കുകയുള്ളൂ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നതെന്ന് വെച്ചാൽ, ചില സമയത്ത് ഒരുപാട് പേര് തുറന്ന് സംസാരിക്കാൻ മടിക്കുന്നു. അത് വളരെ തെറ്റായ ഒരു കാര്യമാണ്. നമ്മൾ സംസാരിച്ചാൽ നമ്മുടെ കൂടെയുള്ളവർ നമ്മളെ തെറ്റിദ്ധരിക്കുമോ എന്നും കരുതുന്നു. ഉദാഹരണത്തിന്, ഒരു വീട് വാങ്ങുകയാണെങ്കിൽ അതിൽ രണ്ടുപേരും ചേർന്നാണ് പണം മുടക്കുന്നതെങ്കിൽ ആ വീട് തീർച്ചയായും രണ്ടുപേരുടെയും പേരിൽ തന്നെ ആയിരിക്കണം. പക്ഷെ ചില ഭാര്യമാർക്ക് അത് തന്റെ പേരിലാണോ അതോ ഭർത്താവിന്റെ പേരിലാണോ എന്നുള്ള കാര്യം പോലും അറിയില്ല. അതുകൊണ്ട് അതിനെക്കുറിച്ച് ചോദിക്കാൻ മടിക്കരുത്. തീർച്ചയായും അതിനെക്കുറിച്ച് സംസാരിക്കണം. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത്, നിങ്ങൾ ഇതൊരു പ്രധാനപ്പെട്ട കാര്യമായി കരുതണം. അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധത്തിന് ഗ്യാരണ്ടി ഉണ്ടാവില്ല. പിന്നീട് നിങ്ങളുടെ ബന്ധം എപ്രകാരമായിരിക്കും എന്ന് പറയാൻ കഴിയില്ല. അതുകൊണ്ട് ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിലും തീർച്ചയായും നിങ്ങൾ സംസാരിച്ചു തന്നെ മതിയാകും. അതുകൊണ്ട് ആദ്യം നമ്മൾ ഇതിനെ അംഗീകരിക്കണം. നിങ്ങളെക്കുറിച്ചും ആലോചിക്കണം, മറ്റുള്ളവരെക്കുറിച്ചും ആലോചിക്കണം. എല്ലാവരും കരുതുന്ന ഒരു കാര്യമുണ്ട്, ഒരു കാര്യം നമ്മൾ എങ്ങനെയാണോ കാണുന്നത് അതുപോലെയാണ് മറ്റുള്ളവരും കാണുക എന്ന് വിശ്വസിക്കുന്നു. പക്ഷെ നിങ്ങൾ നല്ലവണ്ണം ആലോചിച്ച് നോക്കണം. നിങ്ങളുടെ കുടുംബം, നിങ്ങളുടെ പേരൻസ്, ഇതൊക്കെ വളരെ ഡിഫറെന്റ് ആയിരിക്കും. ഒരുപക്ഷെ ചെറുപ്പം മുതലേ നിങ്ങൾ പണം സമ്പാദിക്കുന്ന ഒരാളായിരിക്കാം. നിങ്ങൾ അങ്ങനെയാണ് വളർന്നിട്ടുള്ളതെങ്കിൽ വേറൊരാൾ വേറൊരു വിധത്തിലായിരിക്കും വളർന്നിട്ടുണ്ടാവുക. അതിൽ തെറ്റായ കാര്യമൊന്നുമില്ല. ഇന്ന് നമുക്ക് വരുമാനമുണ്ട്, അതുകൊണ്ട് എല്ലാ സമ്പാദ്യവും ഇന്ന് തന്നെ ചെലവാക്കാമെന്നും കരുതുന്നു. നാളെ ചെലവാക്കാൻ നാളെ സമ്പാദിക്കാമെന്ന് വിചാരിക്കുന്നു. ഇത് രണ്ടിനും ഇടയ്ക്ക് നിങ്ങൾ ഒരു വഴി ആലോചിക്കണം. ഒരുപക്ഷെ നിങ്ങളുടെ അഭിപ്രായം നിങ്ങളുടെ പാർട്ട്ണർക്ക് അംഗീകരിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. പക്ഷേ ഇതിനൊരു പോംവഴിയുണ്ട്. അതാണ് നിങ്ങൾ രണ്ടുപേരും തുറന്ന് സംസാരിക്കേണ്ടത്. അതുതന്നെയാണ് നല്ല വഴിയും. സോ തുറന്ന് സംസാരിക്കാൻ ശ്രമിക്കൂ. നിങ്ങൾ നിങ്ങളുടെ പാർട്ട്ണറോട് എല്ലാ കാര്യങ്ങളും തുറന്ന് സംസാരിക്കണം, പ്രത്യേകിച്ച് പണത്തിന്റെ കാര്യത്തിൽ. എങ്കിൽ മാത്രമേ പണത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന് നമുക്ക് ഉത്തരം നൽകാൻ കഴിയുകയുള്ളൂ. ദമ്പതിമാർക്കിടയിൽ എത്രത്തോളം സ്നേഹമുണ്ടോ അത്രത്തോളം തന്നെ സുരക്ഷിതത്വം ഉണ്ടെന്ന് പറയാൻ കഴിയില്ല. എന്തെന്നാൽ ഈ ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് മുൻപ് നിങ്ങൾക്ക് വേറൊരു ജീവിതമായിരിക്കും. അതുകൊണ്ട് ഞാനിപ്പോ പറയാൻ ഉദ്ദേശിക്കുന്നത്, അതായത് ഒരുപക്ഷെ നിങ്ങൾ എല്ലാ കാര്യങ്ങളും തുറന്ന് സംസാരിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളെ വിശ്വസിക്കുന്നുണ്ടോന്ന് ആദ്യം നോക്കണം. പിന്നെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ തുറന്ന് സംസാരിക്കണമെന്നില്ല. നിങ്ങൾ പറയാൻ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ മറയ്ക്കുന്നതിൽ തെറ്റൊന്നുമില്ല. ഈ കാര്യങ്ങളെല്ലാം നിങ്ങളുടെ ബന്ധത്തെ അടിസ്ഥാനമാക്കിയാണുള്ളത്. നിങ്ങൾക്ക് പറയാൻ കഴിയുമെങ്കിൽ അത് പറയാം. പറയുന്നതും പറയാത്തതും ശരിയാണോ തെറ്റാണെന്നൊന്നും ഞാൻ പറയില്ല. നിങ്ങൾ ജീവിതം പങ്കുവെക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് തുറന്നു പറയാം. അതുപോലെ തന്നെ സുരക്ഷിതത്വവും നിങ്ങൾക്ക് അത്യാവശ്യമാണ്. എന്തെന്നാൽ പണം ജീവിതത്തിന് ആവശ്യമാണ്. ചില കാര്യങ്ങൾ നമ്മൾ വിശ്വസിച്ചേ മതിയാവൂ. അതും പണത്തിന്റെ കാര്യമാകുമ്പോൾ ഒന്നും ഒളിച്ചു വെക്കേണ്ട കാര്യമില്ല. ഈ എപ്പിസോഡ് ഇവിടെ തീരുന്നു. ഭാര്യ ഭർത്തൃ ബന്ധത്തെക്കുറിച്ച് കൂടുതൽ അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ എംദിൽ കാണൂ. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.